ഹായ്, ഇന്നേ ഒരു അഹൂജൻ്റെ ഒന്നല്ല 2 അഹൂജൻ്റെത് കോയിൽ മാത്രം മാറാണ്ട്. ഇത് എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് കോയിൽ പണിയായതാണ്. അപ്പോൾ അത് കോയിലിൽ നിന്ന് ഊരി ഇത് ആദ്യത്തെ കോയിലിൻ്റെ കോപ്പർ മൊത്തവും ഈ കോയിലായിട്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. ആദ്യത്തെ കോയിലിൻ്റെ ഇത് കണ്ടിട്ട് ഇത് ലോക്കൽ വൈൻഡ് ചെയ്തിട്ട പോലെ ഉണ്ട്. കാരണം ഇതൊരു ത്രൂ RMS 650 ഉള്ള ഒരു സബൂഫറാണ്. ഞാൻ ഇതിൻ്റെ മോഡൽ അഹൂജ SW 650 അഹൂജ 650 SW ആണ് സബൂഫർ ഇതേ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാഗനെറ്റ് സൈസ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് വെക്കട്ടെ. കാണുന്നുണ്ടോ? ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഓൾമോസ്റ്റ് ഒരു 8.5 ഇഞ്ച് മാഗ്നറ്റ് സൈസ് തന്നെ ഉണ്ട്. മാഗ്നറ്റിൻ്റെ കനം ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ച് കേട്ടോ. ഇതിലേക്കുള്ള കോയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലേക്കുള്ള കോയിലാണത്. ഇത് 1000 വാട്ട്സ് 99.3 GSV കേട്ടോ. ഇത് മോഡൽ 8 ohms. ഇത് 100 GSVയും ചിലത് ഇങ്ങനത്തെ മോഡൽ വരാറുണ്ട്. കോയിലിൻ്റെ സൈസ് 4 ഇഞ്ചാണ് റൗണ്ട് വലിപ്പം, അതായത് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിത് ഏകദേശമൊക്കെ ക്ലീൻ ചെയ്ത് ഇടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡസ്റ്റ് ഗ്യാപ്പ് വരുന്നത് 6 ഇഞ്ചാണ്. ഇതാ ഇവിടെ ഞാൻ ചെക്ക് ചെയ്യണ ഒരു ആമ്പുണ്ട്, അതിൻ്റെ 6 ഇഞ്ച് ഊഫർ അതിൽ വെക്കുമ്പോൾ കണ്ടോ അത് ഫുള്ള് കവറായി. അപ്പോൾ ഇത് കറക്റ്റ് 6 ഇഞ്ചാണ്. പിന്നെ ഈ കോയിലിന് ഏകദേശം 1650 റുപ്യ നമുക്ക് റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇത് മാറ്റാൻ ഒരു 500. പക്ഷേ ഇതിൻ്റെ അടുത്ത് പറ്റിയൊരു ഫാൾട്ട് കൊണ്ട് ഞാൻ തന്നെ അത് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാനൊരു യമഹൻ്റെ 24ൻ്റെ 32 മിക്സർ ഞാൻ ഇവിടുന്ന് റെഡിയാക്കിയ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗെയിനൊക്കെ റെഡിയാക്കിയത് ഓർമ്മയില്ല. പിന്നെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബാക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡബിളായിട്ട് കൊടുത്ത് 5000ൻ്റെ ആമ്പിന് കൊടുത്തപ്പോൾ പൊഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ പാർട്ടിനോട് പറഞ്ഞ് ഞാൻ തന്നെ നന്നാക്കി തരാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ അടുത്ത് പറ്റിയൊരു ഫാൾട്ടല്ലേ, അവരെ കൊണ്ട് വെറുതെ ഇതാക്കിക്കണ്ടല്ലോ. അപ്പോൾ റെഡി. ഞാനിത് ഫുള്ള് പാക്ക് ചെയ്ത് കോയിലൊക്കെ ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബൈ.